ഖിയാമത്ത് നാളിൽ അഹങ്കാരികളെ കൊണ്ടുവരുന്നത് ഉറുമ്പിന്റെ കോലത്തിലാണ്, മനുഷ്യക്കോലത്തിലുള്ള ഉറുമ്പിന്റെ വലിപ്പത്തിലാ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവരെ കൊണ്ടുവന്നിട്ട് യദ്ഖുലൂ സിജ്നം ഫീ ജഹന്നമ, നരകത്തിലെ ഒരു ജയിലുണ്ട് ബൂലസ്, അതിന്റെ അകത്തേക്ക് അവരെ പ്രവേശിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കരയുന്നതാണ് നരകമിൽ ദുർമാർഗികൾ, കരയുന്നതാണ് നരകമിൽ ദുർമാർഗികൾ, കൈത്തോടു പോലൊഴുകുന്നതാ കണ്ണീരുകൾ, കരഞ്ഞിട്ടു നീരും വറ്റിയാലോ പിന്നെ ഒഴുകുന്നതാണതിൽ നിന്നു രക്തം പൊന്നേ. ആ സമയം മുതൽ പിന്നെ കരച്ചിലാണ്, കണ്ണീര് വറ്റിയിട്ട് രക്തമൊഴുകുകയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, മുൻകാലത്ത് ജീവിച്ചിരുന്ന ഇബ്നു ജുദ്ആ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ നബിയേ, അയാൾ ഒരുപാട് പാവങ്ങളെ സഹായിച്ചിരുന്നല്ലോ റസൂലേ, ഒരുപാട് ആളുകൾക്ക് സഹായം കൊടുത്തിരുന്നു. യസ്ലുർ റഹ്മ, അയാൾ കുടുംബബന്ധം ചേർത്ത് കുടുംബത്തിലുള്ളവരെയൊക്കെ സഹായിച്ചിരുന്നല്ലോ നബിയെ. വയുത്ഇമുൽ മിസ്കീൻ, ഒരുപാട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നല്ലോ നബിയെ. അയാൾക്ക് പരലോകത്ത് എന്തെങ്കിലും കിട്ടുമോ റസൂലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കിട്ടൂല ആയിഷ, ഒന്നും കിട്ടൂല ആയിഷ, ഒരു നന്മയുടെ കൂലി പോലും കിട്ടൂല ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തേ കാരണം നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ മനുഷ്യൻ ഒരിക്കലും പരലോകത്തെ വിശ്വസിച്ചിരുന്നില്ല. അല്ലാഹുവിന്റെ പരലോകം അവിടെ ഇരിക്കട്ടെ, ഞാൻ ചെയ്യുന്നതിന്റെ ഗുണം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പരലോകം എനിക്ക് വിശ്വാസമല്ല, പരലോകം എനിക്കൊരു പ്രശ്നമല്ല. അങ്ങനെ അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞവനാണ് റബ്ബി ഗ്ഫിർലി ഖത്തിയത്തി യൗമദ്ദീൻ, പരലോകത്തിന്റെ പാപം പൊറുക്കണേ എന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ആ മനുഷ്യൻ പറഞ്ഞിരുന്നെങ്കിൽ, ആയിഷ, ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യന് കൂലി കിട്ടുമായിരുന്നു ആയിഷ. പക്ഷെ അത് പറയാതെയാണ് അയാൾ മരിച്ചുപോയത്. അതുകൊണ്ട് അവന് ഒരു നന്മ പോലും അല്ലാഹു പരലോകത്ത് കൂലി കൊടുക്കൂലെന്ന് പറയുമ്പോൾ